ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കരിപ്പനും ഉണ്ടക്കണ്ണിയും ഭാഗം 43. രചന ഫൗസിയ നൗഷാദ്. ഉണ്ണിയുടെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ച് നിൽക്കുമ്പോഴും മിഴിയുടെ മനസ്സ് ഇടവഴിയിലെ ഇരുട്ടിലേക്ക് നടന്നുപോയ ജീവന്റെ കൂടെയായിരുന്നു. ആ കറുത്ത നേടുകൾ ഇനി ജീവനെ വേട്ടയാടാൻ തുടങ്ങിയാൽ തനിച്ചെങ്ങനെ നേരിടുമെന്ന ഭയം അവളെ വിറപ്പിച്ചു. ഉണ്ണിയേട്ടാ, അവൾ പതറിയ സ്വരത്തിൽ ഏട്ടന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ ജീവേട്ടൻ തനിച്ചല്ലേ? ആ രാക്ഷസന്മാര് ജീവേട്ടനെ അപായപ്പെടുത്തിയാലോ? തെളിവുകൾ ജീവേട്ടന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്? ഉണ്ണിയുടെ മുഖത്ത് കനത്ത ഗൗരവം തളം കെട്ടി നിന്നു. അവൻ അവളുടെ തോളിലെ കൈകൾ കുറച്ചുകൂടി മുറുക്കി. ഇല്ല മിഴി, ജീവൻ അത്ര ദുർബലനല്ല. അവന്റെ ഉള്ളിൽ അനന്യയുടെ വേർപാടിന്റെ നീറ്റലുണ്ട്. പക്ഷെ അവന് നിന്നെക്കുറിച്ചുള്ള പേടി ഉള്ളിലുണ്ടെങ്കിൽ അത് ശത്രുക്കൾക്ക് മുതലെടുക്കാൻ എളുപ്പമാകും. നമ്മൾ തൽക്കാലം മാറി നിൽക്കുന്നത് അവന്റെ കൈകൾക്കും കരുത്തു കൂട്ടും. പോരാത്തതിന് ഈ വിഷയം ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഉണ്ണി അവളെ തഴുകി ഉമ്മറത്തെ കസേരയിലേക്ക് ഇരുത്തി. ജീവയും അഭിലാഷ് സാറും വൈഫ് രശ്മി മാഡം അറിയപ്പെടുന്ന ഡോക്ടർമാരാണെന്ന് അറിയാലോ. അവർക്ക് ആവശ്യത്തിലധികം സമ്പത്തും പിടിപാടും ഉണ്ട്. അതുകൊണ്ട് അവർ തോൽക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നീയോ ഞാനോ നമുക്ക് അവരുടെ അത്ര കരുത്തില്ല ഒന്നുകൊണ്ടും. അമ്മയുടെ വേർപാട് തന്നെ അച്ഛനെ കൊണ്ട് താങ്ങാനായിട്ടില്ല. ഇനി നിനക്ക് കൂടി എന്തെങ്കിലും സംഭവിച്ചാ അദ്ദേഹത്തിന് ആരാ ഉള്ളത്? അതുകൊണ്ട് എന്റെ മോൾ ഉണ്ണിയേട്ടൻ പറയുന്നത് കേൾക്കണം. തൽക്കാലം ജീവയോട് നേരിട്ടുള്ള അകലം കുറയ്ക്കണം. ഉണ്ണിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ മിഴിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. അച്ഛന്റെ കാര്യം ഓർത്തപ്പോ അവളുടെ ഉള്ളം വല്ലാതെ പിടഞ്ഞു. ശരി ഉണ്ണിയേട്ടാ, ഞാൻ അനുസരിക്കാം, അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ജീവ ദേഷ്യത്തോടെയും അതിലേറെ സങ്കടത്തോടെയും മുറിയിൽ ഇരിക്കുകയായിരുന്നു. ജീവ മുറിയിലെ കട്ടിലിൽ തലയിൽ കൈകൾ താങ്ങിയിരുന്നു. ഉണ്ണി പറഞ്ഞ വാക്കുകൾ അവന്റെ കാതുകളിൽ വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. നിനക്ക് ആവശ്യത്തിലധികം സമ്പത്തും പിടിപാടും ഉണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെയില്ല. മിഴിയുടെ ജീവനാണ് എനിക്ക് പ്രധാനം. അവന്റെ മനസ്സിൽ ഒരു വശത്ത് അനന്യയുടെ മുഖം തെളിഞ്ഞു വന്നു. അവൾ അനുഭവിച്ച ക്രൂരതകളും തനിക്ക് തന്ന ഡയറിയും പെൻഡ്രൈവും. മറുവശത്ത് മിഴിയുടെ ഭയന്ന കണ്ണുകളും തന്നിൽ നിന്ന് അകന്നു പോകാൻ നിർബന്ധിതയായ ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയും. ഉണ്ണി പറഞ്ഞതിൽ തെറ്റു പറയാൻ കഴിയുമോ? തന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ മാത്രം മിഴിയുടെ ജീവിതം കൂടി അപകടത്തിലേക്കാൻ അവന് കഴിയുമായിരുന്നില്ല. എന്നാൽ അവളെ എങ്ങനെ കാണാതിരിക്കും? അവളുടെ കണ്ണീർ ഓർക്കുമ്പോൾ അവന്റെ നെഞ്ചുരുകി. ജീവൻ ദീർഘമായി ശ്വാസം എടുത്ത് എഴുന്നേറ്റ് നടന്നു. ഈ മാഫിയയുടെ കളി അവിടെ തീരുന്നില്ലെന്നും താൻ ഒറ്റയ്ക്കല്ലെങ്കിലും ഈ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും അവൻ മനസ്സിലുറപ്പിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ തീർത്ത് അവൾ അച്ഛന്റെ അടുക്കലേക്ക് വന്നു. ശനിയാഴ്ച ആയതിനാൽ കോളേജ് അവധിയാണ്. മുറിയിലെ കട്ടിലിൽ തളർന്നു കിടക്കുന്ന അച്ഛന്റെ അരികിലേക്ക് മിഴി പതിയെ ചെന്നിരുന്നു. അമ്മയുടെ വേർപാടോടെ തളർന്നുപോയ അച്ഛന്റെ മുഖത്ത് എപ്പോഴും ഒരു മൗനമായിരുന്നു. അവൾ അച്ഛന്റെ നെറ്റിയിൽ തലോടി. കണ്ണുകൾ തുറന്ന് അച്ഛൻ മിഴിയെ നോക്കി. പതുക്കെ അവളുടെ കൈകളിൽ പിടിച്ചു. ആ കണ്ണുകളിൽ മകളെക്കുറിച്ചുള്ള വ്യാകുലത മാത്രമായിരുന്നു. എന്താ കൊച്ചേ, മുഖത്തൊരു സങ്കടം? അച്ഛൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഒന്നുമില്ല അച്ഛാ. മിഴി ആ കൈകൾ മുറുകെ പിടിച്ച് അച്ഛന്റെ മാറിലേക്ക് തലവെച്ചു. എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. തളർന്നു കിടക്കുന്ന അച്ഛന് കൂടുതൽ മാനസിക വിഷമം ഉണ്ടാക്കേണ്ട എന്ന് കരുതി അവൾ തന്റെ ഉള്ളിലെ ഭയവും ജീവനെക്കുറിച്ചുള്ള സങ്കടവും ഉള്ളിലൊതുക്കി. അച്ഛാ, അച്ഛൻ അമ്മയെ മിസ് ചെയ്യുന്നില്ലേ? അവൾ അച്ഛനെ നോക്കി ചോദിച്ചു. അദ്ദേഹം മെല്ലെ ഒന്ന് നൊമ്പരത്തോടെ പുഞ്ചിരിച്ചു. ആ ചിരിയിൽ ഒതുങ്ങാത്ത വലിയൊരു ശൂന്യതയും വേദനയും ഉണ്ടായിരുന്നു. ഇല്ലടാ കൊച്ചേ, വിറയാർന്ന സ്വരത്തിൽ അച്ഛൻ പറഞ്ഞു. അമ്മ എവിടെയും പോയിട്ടില്ലല്ലോ അതിന്. എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ നിന്നെ ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി. നിന്റെ കണ്ണിലെ സങ്കടം കാണാൻ എനിക്ക് കഴിയുന്നില്ല. അച്ഛന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മിഴിയുടെ നിയന്ത്രണം വിട്ടുപോയി. അവൾ മുഖം വീണ്ടും അച്ഛന്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തി ഉറക്കെ കരഞ്ഞുപോയി. തന്റെ സങ്കടങ്ങൾ അച്ഛനെ കൂടുതൽ തളർത്തുമെന്നറിഞ്ഞിട്ടും അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ശരിയാവും അച്ഛാ, എനിക്ക് അച്ഛനുണ്ടല്ലോ, അച്ഛനും ഞാനും. എന്താണ് അച്ഛനും മോളും കൂടി രാവിലെ തന്നെ ഒരു കൊച്ചു വർത്താനം? ഉണ്ണി കയ്യിൽ ചെറിയൊരു പലഹാരപ്പൊതിയോടെയും മരുന്നുമായി അകത്തേക്ക് കയറി വന്നു. അവന്റെ മുഖത്തെ ഗൗരവമൊക്കെ മാറ്റി ഒരു ചെറുപുഞ്ചിരി വരുത്താൻ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അച്ഛനും മോളും തന്നെ രാവിലെ കണ്ണു നിറച്ചിരിക്കുന്നേ? ഉണ്ണി ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് വന്നു. മിഴി പെട്ടെന്ന് കണ്ണുകൾ തുടച്ചെഴുന്നേറ്റു. അച്ഛന്റെ മുഖത്ത് നോക്കി അവൾ ഒരു കള്ളച്ചിരി ചിരിക്കാൻ നോക്കി. ഒന്നുമില്ല ഉണ്ണിയേട്ടാ, ചുമ്മാ പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടതാ, മിഴി പറഞ്ഞു. ഉണ്ണി കയ്യിലുള്ള കവറുകൾ മേശപ്പുറത്ത് വെച്ച് അച്ഛന്റെ അരികിൽ കട്ടിലിരുന്നു. എന്തിനാണ് ഈ സങ്കടപ്പെടുന്നേ? പഴയതെല്ലാം നമ്മൾ അതിജീവിച്ചതല്ലേ മിഴി. ഇനി നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. അച്ഛന് വേണ്ടിയെങ്കിലും നീ കരുത്തോടെ നിൽക്കണം. അച്ഛന്റെ തളർന്ന കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉണ്ണി പറയുമ്പോൾ മിഴി പതിയെ തലയാട്ടി. എങ്കിലും അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് അടങ്ങാതെ പുകയുകയായിരുന്നു. മോള് പോയി അച്ഛന് കുടിക്കാൻ അല്പം ചൂടുവെള്ളം എടുക്ക്, ഉണ്ണി ശാന്തമായി പറഞ്ഞു. മിഴി അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദത്തിനിടയിലും അവളുടെ കാതുകളിൽ ജീവേട്ടൻ ഇന്നലെ പറഞ്ഞു പോയ വാക്കുകൾ മാത്രം മുഴങ്ങി. നീ പേടിക്കേണ്ട മിഴി, ഞാൻ ദൂരെയാണെങ്കിലും നിനക്കൊരു അപകടവും വരാൻ ഞാൻ സമ്മതിക്കില്ല. അടുക്കളയിലെ ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. കാറ്റിൽ ആടി ഉലയുന്ന മാവിൻ കൊമ്പുകൾക്കിടയിലൂടെ അന്തരീക്ഷം വീണ്ടും കനത്ത് മൂടിക്കെട്ടുന്നത് അവൾ അറിഞ്ഞു.
മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ഈ മഴയത്ത് ജീവേട്ടൻ എവിടെയായിരിക്കും? ആ കറുത്ത ജീപ്പുകാർ വീണ്ടും ജീവേട്ടന്റെ വഴി തടഞ്ഞിട്ടുണ്ടാകുമോ? ചൂടുവെള്ളവുമായി അവൾ തിരികെ അച്ഛന്റെ മുറിയിലെത്തി. ഉണ്ണി അച്ഛന് മരുന്നുകൾ എടുത്തു നൽകുകയായിരുന്നു. ഉണ്ണിയേട്ടാ, മിഴി ഇടറിയ സ്വരത്തിൽ വിളിച്ചു. എന്താ മിഴി? ഏട്ടനൊന്നും ട്യൂഷന് പോകുന്നില്ലേ? ഇല്ല, ഇന്ന് ശനിയാഴ്ചയല്ലേ. അത് മാത്രമല്ല, എനിക്ക് ടൗണിൽ ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഉച്ചയോടെ ഞാൻ ഇറങ്ങും. ഉണ്ണി അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിലെ ഭാവം മാറുന്നത് മിഴി ശ്രദ്ധിച്ചു. ഉണ്ണിയേടൻ അറിയാതെ ജീവേട്ടന്റെ അവസ്ഥ എന്താണെന്ന് അറിയണം. ഫോൺ എടുത്തൊന്ന് വിളിച്ചാലോ? പക്ഷെ ഫോൺ കോളുകൾ പോലും നിരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലോ എന്ന ഭയം അവളെ പിന്നോട്ട് വലിച്ചു. ഉച്ചയോടുകൂടി മഴ കനത്തു പെയ്തു. ഉണ്ണി റെയിൻകോട്ടും എടുത്ത് ബുള്ളറ്റിന്റെ കീയും കയ്യിലെടുത്ത് ഉമ്മറത്തേക്ക് ഇറങ്ങി. മിഴി, ഞാൻ പോയിട്ട് വരാം. വാതിൽ എപ്പോഴും ഉള്ളിൽ നിന്ന് അടച്ചിടണം. പരിചയമില്ലാത്ത ആര് വന്നാലും തുറക്കരുത്. അച്ഛന്റെ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ശരി ഉണ്ണിയേട്ടാ, സൂക്ഷിച്ചു പോകണം. ഉണ്ണി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് മഴയിലേക്ക് ഓടിച്ചുപോയി. ബുള്ളറ്റിന്റെ ശബ്ദം അകന്നുപോയത് മിഴി വേഗത്തിൽ മുറിയിലേക്ക് ഓടി. തളർന്നുറങ്ങുന്ന അച്ഛന്റെ ഉറക്കം തടസ്സപ്പെടുത്താതെ അവൾ തന്റെ ഫോൺ എടുത്തു. വിറയ്ക്കുന്ന വിരലുകളോടെ ജീവന്റെ നമ്പർ ഡയൽ ചെയ്തു. ഓരോ റിങ് കേൾക്കുമ്പോഴും അവളുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു. ഒടുവിൽ നാലാമത്തെ റിങ്ങിൽ മറുതലയ്ക്കൽ കോൾ കണക്റ്റായി. മിഴി, ജീവന്റെ ശബ്ദം കേട്ടതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ ഇറ്റിറ്റു വീണു. ജീവേട്ടാ, സുരക്ഷിതനല്ലേ? ഇന്നലെ രാത്രി എന്താ ഉണ്ടായത്? ആ ജീപ്പുകാർ വീണ്ടും വന്നോ? അവൾ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു തീർത്തു. മറുതലയ്ക്കൽ ജീവനെന്ന് ദീർഘശ്വാസം എടുക്കുന്നത് കേട്ടു. അവന്റെ ശബ്ദത്തിൽ കനത്ത ക്ഷീണവും എന്നാൽ ഉറച്ച ദൃഢതയും ഉണ്ടായിരുന്നു. മിഴി, നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? ഉണ്ണി അറിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാവും. നിന്റെ സുരക്ഷയാണ് അവൻ തന്നെ പറഞ്ഞത്. എനിക്ക് ഉണ്ണിയേട്ടൻ പറഞ്ഞൊന്നും കേൾക്കണ്ട ജീവേട്ടാ. എനിക്ക് അറിയണം ജീവേട്ടൻ സുരക്ഷിതനാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അവർ ജീവേട്ടനെ ഉപദ്രവിച്ചോ? മിഴിയുടെ ശബ്ദം ഇടറി. ഇല്ല മിഴി, ഞാൻ സുരക്ഷിതനാ. പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉണ്ണി അറിയാൻ ഇടയാക്കരുത്. ജീവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. പേടിക്കണ്ട, ഞാനുണ്ടൊപ്പം. എന്റെ കാര്യം ഉറപ്പ് ജീവേട്ടൻ പേടിക്കേ വേണ്ട. മിഴി അതൊരു ചെറുപുഞ്ചിരിയോടെ പറയുമ്പോഴും അവളുടെ വിറയ്ക്കുന്ന ശബ്ദം ഉള്ളിലെ പേടി ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. മറുതലയ്ക്കൽ ജീവന്റെ മൗനം നീണ്ടുപോയി. ആ ഒരു നിമിഷത്തിന് ശേഷം കനത്തൊരു നെടുവീർപ്പോടെ അവൻ സംസാരിച്ചു. നിന്റെ ധൈര്യമാണ് മിഴി എനിക്ക് ഏറ്റവും വലിയ ശക്തി. പക്ഷെ അത്രയും തന്നെ പേടിയും. അവർ സാധാരണക്കാരല്ല. അനന്യയെ ഇല്ലാതാക്കിയവർക്ക് നമ്മളെയൊക്കെ ഇല്ലാതാക്കാൻ ഒരു നിമിഷം പോലും വേണ്ടിവരില്ല. അനന്യയുടെ ഡയറിയിലും പെൻഡ്രൈവിലും എന്തൊക്കെയുണ്ട് ജീവേട്ടാ? പോലീസിനെ അറിയിച്ചാൽ മതിയാവില്ലേ? പോലീസ്? ജീവൻ കയ്യിലെ പെൻഡ്രൈവ് മുറുകെ പിടിച്ചു. ഈ മാഫിയയ്ക്ക് പോലീസ് ഉയർന്ന ചില ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് മിഴി. അതുകൊണ്ടാണ് ഉണ്ണിയോട് തൽക്കാലം പോലീസിൽ പോകരുതെന്ന് ഞാൻ പറഞ്ഞത്. പോലീസിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഉന്നത ഉദ്യോഗസ്ഥരിലേക്കോ മീഡിയയിലേക്കോ ഈ തെളിവുകൾ എത്തിക്കുകയാണ് ഇനി ഒരേ ഒരു വഴി. എന്നാ ഞാൻ ചെല്ലട്ടെ ജീവേട്ടാ, അച്ഛൻ ആഹാരം കൊടുക്കാൻ സമയമായി. ശരിയടി. അവൾ ഫോൺ വെച്ച് മുറിയിലേക്ക് വന്നതും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അച്ഛന് ചുറ്റും മുഖംമൂടി ധരിച്ച രണ്ടുപേർ. ഒരാൾ മൂർച്ചയുള്ളൊരു കത്തി അച്ഛന്റെ കഴുത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. തളർന്നു കിടക്കുന്ന അച്ഛന്റെ കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ പടർന്നിരുന്നു. ശബ്ദമുണ്ടാക്കാൻ പോലും കഴിയാതെ അദ്ദേഹം വിറയ്ക്കുകയായിരുന്നു. അച്ഛാ! മിഴിയുടെ തൊണ്ടയിൽ നിന്നൊരു നിലവിളി പുറത്തേക്ക് വരാൻ തുടങ്ങിയതും രണ്ടാമത്തെ ആൾ ഒരൊറ്റ കുതിപ്പിന് അവളുടെ അടുത്തെത്തി വായ പൊത്തി പിടിച്ചു. ശബ്ദിച്ച കിഴവന്റെ ശ്വാസം ഇവിടെ നിലയ്ക്കും. മാസ്കിനുള്ളിലൂടെ അവന്റെ ക്രൂരമായ ശബ്ദം പുറത്തു വന്നു. മിഴിയുടെ വിരലുകളിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. പെൻഡ്രൈവും ഡയറിയും എവിടെടി? കഴുത്തിൽ കത്തിവെച്ചവൻ ഗർജിച്ചു. ജീവന്റെ കയ്യിലുള്ള തെളിവുകളുടെ ബാക്കി ഈ വീട്ടിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എവിടെ അത്? ഇവിടെ ഒന്നുമില്ല. ജീവന്റെ കയ്യിലാ. മിഴി വിറയ്ക്കുന്ന സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കള്ളം പറയുന്നോടി. വായ പൊത്തിപ്പിടിച്ചവൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. അച്ഛൻ തടയാൻ ശ്രമിച്ചെങ്കിലും തളർന്ന കൈകൾക്ക് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. തുടരും. കഥ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.